ഇവിടെ രോഹിണി നേരത്തെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഈ മന്ത്രിസഭയിൽ കാര്യക്ഷമതയുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള കഴിവുള്ള മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് തുലം ഇല്ല, ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ പാനലിൽ ഇരിക്കുന്ന പാനലിസ്റ്റ് ഒരു പക്ഷേ നമ്മൾ രാഷ്ട്രീയക്കാരായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുക, കേരളത്തിലെ 20 മന്ത്രിമാരും അവരുടെ ഒരു വകുപ്പും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് അവർ പ്രതിപക്ഷത്തുള്ള അവര് കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ കോൺഗ്രസ്സുകാരാകട്ടെ അവരാരുമായിക്കൊള്ളട്ടെ, ആ മന്ത്രിമാരെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ CPIയുടെ മന്ത്രിമാരാര് എന്ന് ചോദിച്ചാൽ ഏത് ഉറക്കത്തിലും കേരളത്തിലെ ആളുകൾ പറയുമായിരുന്നു. കാരണം അവര് കാര്യക്ഷമതയുള്ളവരാണ്, അവര് അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ അവര് കഴിവും ജനങ്ങളുടെ ഇടയിൽ വിശ്വാസവും ഒക്കെ തെളിയിച്ചവരാണ്. ഇപ്പോ ഉള്ള മന്ത്രിമാര് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ എന്താ പറഞ്ഞ സർക്കാർ വിലാസം തൊമ്മിമാർ എന്ന് പറയുന്ന പോലെ ഈ മുഖ്യമന്ത്രിയുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന തൊമ്മിമാര്. അവരുടെ പ്രസംഗം നമ്മൾ ജനസദസ്, അവരുടെ നവകേരള സദസ്സിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജാഥകളിൽ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ അവദാനങ്ങൾ വാഴ്ത്താനായിട്ട്. ഈ അവദാനങ്ങൾ വാഴ്ത്തുന്നവരല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി നടത്താൻ ശേഷിയുള്ള പ്രാപ്തിയുള്ള മന്ത്രിമാര് ആരും ഈ മന്ത്രിസഭയിൽ ഇല്ല. മന്ത്രിസഭയുടെ ഒന്നാമത്തെ പോരായ്മ. രണ്ട്, ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ഇത് ധൂർത്തമൊന്നും അല്ല ഇതിന് പറയാൻ പറ്റുന്നത്. ഇതിന് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ റബ്ബർ തോട്ടവും കാപ്പിത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ ഉച്ചിയെടുക്കുക അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുക എന്ന് പറയും. അപ്പൊ ഈ പാട്ട ഒഴിയുന്ന സമയമാകുമ്പോഴേക്കും അതിനെ എന്താ പറഞ്ഞേ അതിനെ കടുംവെട്ട് നടത്തുക, സ്ലോട്ടറിങ്. ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ലോട്ടറിങ് ആണ്. എവിടെയൊക്കെ കൊള്ളയടിക്കാവോ ആ കൊള്ളയടികൾ മുഴുവൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത് ദൂർത്തല്ല, ഇതിനപ്പുറത്തേക്ക്. പക്ഷെ ഇത് നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും കമ്മ്യൂണിസ്റ്റുകാരുമാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് എന്താ പറഞ്ഞ ഇവരോട് നമുക്ക് തോന്നുന്ന ഒരു സഹതാപം, അല്ലെങ്കിൽ ഇവരോട് നമുക്ക് എന്താ പറഞ്ഞ സഹതപിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ആഡംബരത്തെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് ആവർത്തിക്കുന്നില്ല. തൊഴുത്തിനെ കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്രതിവർഷം ചെലവഴിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. 80 ലക്ഷം രൂപ. 1,20 ലക്ഷത്തിന്റെ മാത്രമേ കുറവുള്ളൂ. അത് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ഹെലികോപ്റ്ററിനെ കുറിച്ച് ഇവിടെ ശിവശങ്കർ സൂചിപ്പിച്ചു. അതിന് 25 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് 80 ലക്ഷം രൂപ. പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപയാണ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഹെലികോപ്റ്റർ എന്ന വയനാട്ടിലൊരു ചെറുപ്പക്കാരനെ കാട്ടാന ചവിട്ടി മൃതപ്രായനാക്കിയപ്പോ അദ്ദേഹത്തെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് ആ ഹെലികോപ്റ്റർ ഉപകാരപ്പെട്ടതായിട്ട് നമ്മൾ കേട്ടില്ല, കണ്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നടക്കുന്നത് ഈ കൊള്ളയാണ്. ഈ കൊള്ള ഇതൊക്കെ ഇപ്പൊ സതീഷ് വസന്ത് ഇവിടെ ഇന്ന് അതിനെ ന്യായീകരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് വിനീതമായിട്ട് ചോദിക്കുന്നു, കെ എബ്രഹാം ഏതാണ്ട് 2.25 ലക്ഷം രൂപ 3 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളത്തിൽ റിട്ടയർ ആയ ആളാണ്. അദ്ദേഹത്തിന് ഏതായാലും അതിന്റെ 60% അല്ലെങ്കിൽ 50% പ്രതിമാസ ശമ്പളം കിട്ടും. അദ്ദേഹത്തെ ഇപ്പൊ ക്യാബിനറ്റ് റാങ്കിൽ കിഫ്ബിയുടെ തലവനായി ഇപ്പൊ അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കിൽ നിയമിച്ചില്ല എങ്കിൽ കേരളത്തിൽ എന്തോ വലിയ അപകടം സംഭവിക്കുന്നു എന്നുള്ളത് പോലെയല്ലേ. അതുപോലെ തന്നെ KV തോമസ്, ഒരു തൊഴിലുമില്ലാതെ ഡൽഹിയിൽ ഒരു മനുഷ്യൻ ക്യാബിനറ്റ് റാങ്കിൽ ഈ സർക്കാരിന്റെ ശമ്പളവും പറ്റിക്കൊണ്ട്. ഞാൻ 1-2 ഉദാഹരണമാണ്. പണ്ട് CP സുധാകർ പ്രസാദിനെ അഡ്വക്കേറ്റ് ജനറലിനെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് അദ്ദേഹം മരിച്ചതിന് ശേഷം പുതുതായിട്ട് വന്ന ആൾക്ക് ഏതായാലും അത് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ക്യാബിനറ്റ് റാങ്ക്, ഞാൻ പറഞ്ഞു വന്നത് ഈ ദൂർത്തുകൾ മുഴുവൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്താ പറഞ്ഞേ ഈ ഗവൺമെന്റിനോട് സത്യത്തിൽ തോന്നുന്ന ഒരു വികാരം, അറപ്പ് മാത്രം തോന്നുന്ന ഒരു നിലയിലേക്ക് ഇവരുടെ ഈ ദൂർത്തും ആർഭാടവും അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചു ആദ്യം, പരീക്ഷാ പേപ്പർ ആൻസർ ഷീറ്റ് അടിക്കാനും അതുപോലെ തന്നെ ചോദ്യപേപ്പർ അടിക്കാനും പണമില്ല. പോലീസ് സ്റ്റേഷനുകളിൽ വാഹനം ഓടുന്നതിന് ഇന്ധനം അടിക്കാൻ പണമില്ലാത്തതുകൊണ്ട് പമ്പുകാർ പണം കൊടുക്കുന്നില്ല. മോട്ടോർ വാഹന വകുപ്പില് 2 ലക്ഷത്തോളം RC ബുക്കുകളും ഡ്രൈവിംഗ് ലൈസൻസുകളും അടിക്കാൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഈ പണി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ ഒരു കാര്യം ഇവരോടൊന്ന് ചോദിക്കുക. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 8-ാം തീയതി ഇവിടുത്തെ മുഴുവൻ MLA മാരും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ഡൽഹിയിൽ സമരത്തിന് പോയി. ഒരു രാഷ്ട്രീയ പാർട്ടി സമരം നടത്തുന്നോ അല്ലെങ്കിൽ സമരത്തിന് പോകുന്നോ അതൊന്നും ഒരു തെറ്റാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഇവരെല്ലാം വിമാനത്തിലാണ് പോകുന്നത്. ഇവരെല്ലാം വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇവര് പോകുന്നു. ആ വിമാനക്കൂലി അതെല്ലാം സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. ഞാൻ ഡൽഹി സമരത്തിന് പോയിട്ടുള്ള ആളാണ്. ഈ മാധവ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ ഇഷ്യൂവില് ഞങ്ങള് DCCയുടെ സമരം ഞങ്ങളൊക്കെ സ്വന്തം കൈക്കാശ് എടുത്താണ് വിമാനത്തിൽ പോയവരാണെങ്കിലും ട്രെയിനിൽ പോയവരാണെങ്കിലും പോയിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഇവർ ഡൽഹിയിൽ സമരത്തിന് പോയ ആ സമരത്തിന്റെ
പോകാനുള്ള വിമാന ടിക്കറ്റ് ചാർജ് അതാരാണ് മുടക്കേണ്ടത്? അത് പാർട്ടിക്കാർ മുടക്കണം, CPM-ന്റെ ഫണ്ടിൽ നിന്ന് മുടക്കണം. അതുപോലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മുടക്കിക്കൊണ്ടാണ് ഇവിടെ ഇവർ സമരം നടത്തുന്നത്. ഇപ്പോ സതീഷ് ബസന്ത് പറഞ്ഞത് യുവാക്കളുമായിട്ടുള്ള സംവാദം. ആ സംവാദത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം രോഹിണി. ചോദ്യം നേരത്തെ എഴുതി കൊടുക്കുകയാണ്. ആ ചോദ്യമേ ചോദിക്കാവുള്ളൂ. അപ്രിയ ചോദ്യങ്ങളോ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്തതോ ഗവൺമെന്റിനെതിരെയായിട്ടുള്ള ഒരു ചോദ്യങ്ങളും ചോദിക്കാൻ പാടില്ല. നിങ്ങൾ നേരത്തെ തന്നെ എഴുതി കൊടുക്കണം. ആ എഴുതി കൊടുത്ത ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയും എന്നുള്ളതല്ലാതെ മറ്റൊരു ചോദ്യവും ചോദിക്കാൻ പിന്നെ എന്തിനു വേണ്ടി ഈ ആഭാസ നാടകം നടത്തുന്നത്? ഇവര് ഒന്നുകൂടി പറഞ്ഞിട്ട് ഇവര് 10-46 ദിവസക്കാലം കേരളം മുഴുവൻ ഈ നവകേരള സദസ്സുമായി നടന്ന് ലക്ഷക്കണക്കിന് നിവേദനങ്ങൾ കിട്ടി. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു നിവേദനത്തിന്റെ കഥ പറയാം. ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് പോയി ഒരാള് 32 പ്രാവശ്യം പോയി. പഞ്ചായത്ത് സെക്രട്ടറി എന്തോ കാരണത്താൽ ഈ കാര്യം നടത്തി കൊടുക്കുന്നില്ല. അദ്ദേഹം നെടുങ്കണ്ടത്ത് നടന്ന നവകേരള സദസ്സില് പരാതി കൊടുത്തു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും 15 ദിവസമല്ല 45 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറുപടി കിട്ടി. നിങ്ങളുടെ പരാതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. 32 പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് പോയിട്ട് പരിഹാരം ഉണ്ടാകാത്തത് കൊണ്ടാണ് നവകേരള സദസ്സിൽ പരാതി കൊടുത്തത്. ഏതായാലും പരാതി വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഉത്തരവും അദ്ദേഹത്തിന് കിട്ടി. പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചാൽ മതി, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. പിന്നെ യുവജനങ്ങളെ കുറിച്ചും യുവജനങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചും ഏതായാലും സതീഷ് ബസന്തെ പുതുക്കുടി പുഷ്പനോടുകൂടി ഈ കാര്യം ഒന്ന് പറഞ്ഞേക്കണം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം TV ഒക്കെ കാണുന്നുണ്ട്, വാർത്ത കേൾക്കുന്നുണ്ട്. എങ്കിലും ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നത് പുഷ്പനോടുകൂടി ഒന്ന് പറയണം. ഞങ്ങളിപ്പോ കേരളത്തിൽ വിദേശ സർവകലാശാലയെ കൊണ്ടുവരാൻ പോവുകയാണ്, ഞങ്ങളിപ്പോ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ വക്താക്കളായി. അങ്ങ് പറഞ്ഞല്ലോ കാലം മാറിയപ്പോൾ നമ്മൾ മാറ്റത്തിനൊപ്പം നിൽക്കണം. നല്ല കാര്യം, ഞങ്ങൾ സന്തോഷിക്കുന്നു. ആ 2016 ജനുവരി മാസം 29-ാം തീയതി TP ശ്രീനിവാസൻ സാറിനെ നമ്മുടെ മസ്കറ്റ് ഹോട്ടലിന് മുമ്പിൽ അടിച്ചു വീഴ്ത്തിയ ആ SFI-കാരനോട് അവനോടും കൂടി ഒന്ന് പറയണം, നമ്മൾ മാറി കേട്ടോ. ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ സ്വകാര്യ സർവകലാശാലയെ കൊണ്ടുവരാൻ പോകുന്നു, നമ്മൾ സ്വാശ്രയത്തിന്റെ വക്താക്കളായി മാറിയിരിക്കുന്നു. സാർ, ഇത് അപജയമാണ്. കേരളത്തിലെ കമ്മ്യൂണിസത്തിനുണ്ടായിരിക്കുന്ന അപജയം. ഇപ്പോ മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ, നാണം കെട്ടും പണം നേടിയാൽ. അതിപ്പോ നാണക്കേട് മാറ്റും. ഈ കൃഷ്ണപിള്ളയുടെ വാചകത്തെ ഇവരൊന്ന് മാറ്റി സഹാക്കളെ മുന്നോട്ടെന്നല്ല, സഹാക്കളെ മുന്നോട്ട്. ആ നോട്ടിന് വേണ്ടി ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ. അതുകൊണ്ടാണല്ലോ ജയരാജൻ സഖാവ് മുമ്പ് സഖാവ് നമ്മുടെ EP ജയരാജൻ പറഞ്ഞത്, ഇപ്പൊ പരിപ്പുവടയുടെയും കട്ടൻ കാപ്പിയുടെയും ഒക്കെ കാലം പോയി. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതൊന്നും പറ്റത്തില്ല. അവർക്ക് മുന്തിയ ഇനം ഹോട്ടലുകളിലൊക്കെയാണ് അവരുടെ ജീവിതവും അവരുടെ ചർച്ചകളും കമ്മിറ്റികളും ഒക്കെ നടത്തുന്നത്. അത് കമ്മ്യൂണിസത്തിനുണ്ടായ മാറ്റമാണ്. ആ മാറ്റം എന്താ പറയുന്നേ, അത് പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗം, വഴിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു.